ആദ്യമൊക്കെ എനിക്ക് എക്സാമില് ഒട്ടയായിരുന്നു ശരിക്കും. മാത്സിൽ 0, ഫിസിക്സിൽ 5, കെമിസ്ട്രി 4, അങ്ങനെയൊക്കെ ആയിരുന്നു. ടെൻത്ത് കഴിഞ്ഞ് ആള് +1 നല്ല ഉഴപ്പായിരുന്നു. ശരിക്കും പഠിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാര്യം ബോർഡ് എക്സാം ഇല്ലല്ലോ, അതാണ് അവനെ ഇപ്പൊ വേണ്ട എന്നുള്ള ഒരു രീതിയിലായിരുന്നു. ഇപ്പൊ പഠിച്ച് അതില് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇപ്രാവശ്യം ഫിസിക്സിന് 99 ഉണ്ട്, കെമിസ്ട്രിക്ക് 98 ഒക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും ഇവൻ വിഷമിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. ഞാൻ ക്ലാസ്സിലിരുന്ന് കരഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത് ബാക്കിലിരുന്ന്. പക്ഷെ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയത് എൻ്റെ അഭിപ്രായത്തിൽ പ്യൂർലി ബ്ലെൻഡിലാണ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ വേറെ ഏതെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയെങ്കിൽ ഒന്നെങ്കിൽ പകുതിയാകുമ്പോൾ നിർത്തിപ്പോവും, അല്ലെങ്കിൽ അവിടെ കിടന്ന് ഉഴപ്പും. If we deserve it, we will surely get it. Like, we should not worry about the result. അവൻ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമുക്കറിയാം അവിടുന്ന് എത്രമാത്രം സപ്പോർട്ട് കിട്ടും എന്നുള്ളത്. പന്ത്രണ്ടര ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ ജെയ്മെയിൻ എക്സാമിൽ ബ്രില്യന്റിലെ 295-ലധികം വിദ്യാർത്ഥികൾക്ക് 99% സ്കോറിന് മുകളിൽ കരസ്ഥമാക്കാൻ സാധിച്ചു. ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്കെല്ലാം ഇൻസ്പയറിംഗ് ആക്കാവുന്ന ജെയ്മെയിനിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയ ഒരു വിദ്യാർത്ഥിയുടെ കഥ പറയാം. നിങ്ങളൊക്കെ കുറച്ച് മാർക്ക് കുറയുമ്പോൾ ടെൻസ്ഡ് ആവാറുണ്ട്, പേടിക്കാറുണ്ട്. മാർക്ക് കുറഞ്ഞതിന് ശേഷം ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്ത് പേരൻസിനെയൊക്കെ ഒരുപാട് ടെൻഷൻ ആക്കാറുമുണ്ട് അല്ലേ? എന്നാൽ ലക്ഷ്യം നേടാൻ വെറുതെ ഈ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഉറച്ച ലക്ഷ്യബോധത്തോടെ നമ്മളെ കൊണ്ട് എന്തും നേടാൻ പറ്റുമെന്ന് വിശ്വസിച്ച് അതിനായി സിൻസിയറായി ആഗ്രഹിച്ച് പഠിച്ചാൽ നമ്മുടെ സ്വപ്നത്തിലേക്ക് നമുക്ക് തീർച്ചയായും എത്താൻ സാധിക്കുമെന്ന് നമ്മളെ കാട്ടിത്തരുന്ന ഒരു മികച്ച വിദ്യാർത്ഥി ബാലഗണേഷ്. ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ സ്വന്തം വിദ്യാർത്ഥി ബാലഗണേഷ് ബ്രില്യനിലേക്ക് എത്തി പഠനം തുടങ്ങിയ ആദ്യകാലങ്ങളിലൊക്കെ തീർത്തും കുറഞ്ഞ മാർക്കുകൾ കരസ്ഥമാക്കിയിരുന്ന ബാലഗണേഷ് ഇന്ന് മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ്. ജെയ്മെയിൻ സെഷൻ 1-ൽ 97.874326.8% സ്കോർ കരസ്ഥമാക്കിയ ബാലഗണേഷിന്റെ കഠിന പ്രയത്നം, വിജയനാൾ വഴികൾ നമുക്ക് കേൾക്കാം. ഹായ്, എൻ്റെ പേര് ES ബാലഗണേഷ്. ഞാൻ ബ്രില്യനിൽ അഡ്വാൻസ് ബാച്ചിലർ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ വീട് ആലുവയിലാണ്. ഞാൻ +1 +2 പഠിച്ചത് ആലപ്പുഴയിലെ ഒരു സ്കൂളിലാണ്, KE കാർമൽ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ അമ്മയുടെ പേര് പ്രീത, അച്ഛൻ്റെ പേര് സുനിൽകുമാർ. എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്, കോളേജിൽ മാത്സ് ടീച്ചർ. പിന്നെ എൻ്റെ അച്ഛൻ ജിയോളജിസ്റ്റ് ആണ്, മൈനിങ് ആൻഡ് ജിയോളജിയിൽ. ഈ വീഡിയോ കാണുന്ന എല്ലാവരെ പോലെ ഞാനും JEE ആസ്പിറൻ്റ് ആണ്. എൻ്റെ ഒരു ഡ്രീമാണ് ഒരു നല്ല കോളേജിൽ പഠിക്കണമെന്ന്. നിങ്ങളെ പോലെ തന്നെ ഞാനും വളരെയധികം സ്വപ്നങ്ങളോട് കൂടിയാണ് ബ്രില്യനിലേക്ക് വന്നത്. എല്ലാവരെയും പോലെ ഇവിടെ വരും, ആദ്യത്തെ എക്സാമിൽ തന്നെ ടോപ്പ് വാങ്ങും, ക്യാഷ് പ്രൈസ് വാങ്ങും എന്നൊക്കെ ഉള്ള സ്വപ്നം കൂടിയാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി അങ്ങനെയൊന്നും അല്ലെന്ന്. നമ്മൾ നന്നായി വർക്ക് ചെയ്താലേ ഇത് കിട്ടുള്ളൂ എന്ന് മനസ്സിലായത് ഇവിടെ വന്നപ്പോഴാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് 2 വീക്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഇത് നിർത്താൻ തന്നെ വിചാരിച്ചായിരുന്നു ശരിക്കും. എന്തായാലും 1 ഇയർ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സോ ഒരു 1 ഇയർ കഴിയുമ്പോൾ എനിക്ക് വർക്ക് ചെയ്യാത്തത് കൊണ്ട് കിട്ടിയില്ല എന്നുള്ളൊരു തോന്നൽ പാടില്ലെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. വിനിൽ സാറ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അഡ്വാൻസിൻ്റെ കോർഡിനേറ്റർ സാർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എപ്പോഴും ഫുൾ ടൈം മോട്ടിവേഷനൊക്കെ ആയിരുന്നു. എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എന്നിൽ തന്നത് വിനിൽ സാറാണ്. പിന്നെ ബിനോയ് സാറൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ പാലാഹൗസിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഹോസ്റ്റൽ വാർഡൻ നിതിൻ സാറ്, അഭിജിത്ത് സാറ്, അഭിഷേക് സാറ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഫുൾ ടൈം. ഞാൻ ടെൻഷനൊക്കെയാണ് ഇത് കിട്ടുമോ സാറേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സാറൊക്കെ എപ്പോഴും പറയുമായിരുന്നു കിട്ടും, പേടിക്കേണ്ട, വർക്ക് ചെയ്താൽ മതി എന്നൊക്കെ. സ്വാഭാവികമായിട്ടും എപ്പോഴും ആളുകൾ പറയുന്ന കാര്യമാണ്, അക്കാഡമിക്കലി നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് നീറ്റ്, JEE പോലുള്ള എൻട്രൻസ് എക്സാമുകൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതെന്ന്. ഒരു ആവറേജ് സ്റ്റുഡൻസിന് ഒരിക്കലും JEE പോലുള്ള എൻട്രൻസ് എക്സാമുകളിൽ വിജയിക്കാൻ സാധിക്കില്ല എന്നൊക്കെ എപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലേ? JEE മെയിൻ, JEE അഡ്വാൻസ്ഡിലൊക്കെ സ്കോർ ചെയ്യണമെങ്കിൽ +1 +2-ലും നല്ല മാർക്ക് കരസ്ഥമാക്കണമെന്നും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ബ്രില്യന്റിന്റെ സ്വന്തം ബാലഗണേഷ് ഇത്തരത്തിലുള്ള നമ്മുടെ സമൂഹത്തിന്റെ ധാരണകളെയെല്ലാം തിരുത്തിക്കുറച്ച വിദ്യാർത്ഥിയാണ്. JEE മെയിൻ, JEE അഡ്വാൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികളുടെ ഒരു വിചാരമാണ് എന്നെ കൊണ്ട് ഇത് പറ്റുമോ, ഇതിന് ഭയങ്കര ബുദ്ധി വേണ്ടേ, എനിക്ക് അത്രയും ബുദ്ധിയില്ല, ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് അല്ലേ, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ, ഇത്രയും സമയമല്ലേ ഉള്ളൂ, ഒരു വർഷമല്ലേ ഉള്ളൂ, എന്നെ കൊണ്ട് ഇതൊക്കെ ഇത്രയും സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ. ഞാനിങ്ങനെയൊക്കെ തന്നെയായിരുന്നു വിചാരിച്ചത്.
ആദ്യമൊക്കെ എനിക്ക് എക്സാമില് ഒട്ടയായിരുന്നു ശരിക്കും. മാത്സിൽ 0, ഫിസിക്സിൽ 5, കെമിസ്ട്രി 4 അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഇപ്പോൾ പഠിച്ച് അതിൽ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്രാവശ്യം ഫിസിക്സിന് 99 ഉണ്ട്, കെമിസ്ട്രിക്ക് 98 ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാവരുടെ ഒരു പൊതുവെ ഒരു വിചാരമാണ് ഈ നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ റാങ്ക് വരുമ്പോൾ അവന് ഇത്രയും മാർക്ക് ഉണ്ടല്ലോ, എനിക്ക് ഇത്രയേ ഉള്ളൂ, ഞാൻ എങ്ങനെ ഇത് പഠിച്ചെടുക്കാൻ പോണേ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ വിചാരം. പക്ഷെ സമയമുണ്ട് ശരിക്കും, നമ്മൾ വർക്ക് ചെയ്താൽ മതി. നമ്മൾ ശരിക്കും എന്നോട് ടീച്ചേഴ്സും പ്രൊഫസേഴ്സും ബിൻസാറും ഒക്കെ പറഞ്ഞത് നമ്മൾ വർക്ക് ചെയ്യുക, നമ്മൾ എഫേർട്ട് ഇടുക, നമ്മൾ റിസൾട്ടിനെ കുറിച്ച് കൂടുതൽ വറി ചെയ്യാതിരിക്കുക, നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ശരിക്കും ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിസൾട്ട് ഇഫ് വി ഡിസേർവ് ഇറ്റ് വി ഷുവർലി ഗെറ്റ് ഇറ്റ്. ലൈക്ക് വി ഷുഡ് നോട്ട് വറി അബൌട്ട് ദ റിസൾട്ട്. നമ്മളെപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ സൈഡിൽ നിന്ന് ഒരു കുറവ് ഉണ്ടാവരുത് ഒരിക്കലും. നമുക്ക് ഈ എക്സാം കഴിയുമ്പോൾ, എക്സാം എഴുതുമ്പോഴും എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും എത്ര ബാഡായിട്ട് എക്സാം പോയാലും നമുക്ക് തോന്നണം എനിക്ക് പറ്റാവുന്ന മാക്സിമം ചെയ്തു, എനിക്കൊരു റിഗ്രറ്റും ഇല്ല, കിട്ടി പോയെന്ന്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വേണം നമുക്ക്. ശരിക്കും നമ്മൾ വർക്ക് ചെയ്യുക, ശരിക്കും നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക. ചിലപ്പോൾ എനിക്കൊരു ഫേസ് ഉണ്ടായിരുന്നു, ഞാൻ ഓവർലി വർക്ക് ചെയ്യായിരുന്നു. ശരിക്കും ഒരു ഫേസിൽ ഓവർലി വർക്ക് ചെയ്യും, പക്ഷെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബാഡായിരുന്നു. പക്ഷെ നമ്മൾ റിസൾട്ടിനെ കുറിച്ച് കൂടുതൽ വറി ചെയ്യാതിരിക്കുക, പിന്നെ പഠിക്കുമ്പോൾ കുറച്ചൊക്കെ എൻജോയ് ചെയ്ത് പഠിക്കുക, നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു, അങ്ങനെയൊക്കെ വിചാരിക്കുക. ഞാനിപ്പോൾ ഇടയ്ക്ക് വിചാരിച്ചിട്ടുണ്ട് വല്ല കോളേജിൽ പോയാൽ മതിയായിരുന്നു, എന്തിനാ വെറുതെ പാരൻസിൻ്റെ പൈസ ഇത്രയും കളഞ്ഞു, ആ പൈസ കൊണ്ട് വല്ല കോളേജിൽ പോയി അഡ്മിഷൻ എടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാണ്, ഇപ്പോൾ കോളേജിൽ പോയാലും അവിടെയും പൊട്ടുള്ളായിരുന്നു. എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഒന്നും അറിയില്ലെന്ന്. +1 ഫുള്ള് ഉഴപ്പിയത് കാരണം, +2 ഒക്കെ അടിപൊളിയായിട്ട് ഉഴപ്പിയത് കാരണം ഇപ്പോൾ കോളേജിൽ പോയാലും അവിടെയും ചുമ്മാ ഇങ്ങനെ വായം പൊളിച്ചിരിക്കേണ്ടി വരുമെന്ന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എത്ര മാർക്ക് കിട്ടിയാലും നമുക്കൊരു റിഗ്രറ്റ് വരരുത്. ശരിക്കും നമ്മൾ വർക്ക് ചെയ്യാതിരുന്നത് കൊണ്ടാണ് നമുക്കിത് കിട്ടാഞ്ഞെന്ന് നമുക്ക് ഒരിക്കലും തോന്നരുത്. അതായത് നമ്മളിത് കഴിയുമ്പോൾ നമ്മൾ മാക്സിമം വർക്ക് ചെയ്തു, ഞാൻ പറ്റാവുന്ന മാക്സിമം ചെയ്തു, എനിക്ക് കിട്ടിയില്ല, ഓക്കെ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ പറ്റാവുന്ന മാക്സിമം ചെയ്തു. പക്ഷെ ഇപ്പം നമ്മളിപ്പോൾ ഒരു അലസതയായിട്ട് നമ്മൾ ചുമ്മാ കറങ്ങി കിടന്നു, കിട്ടുമെന്ന് വിചാരിച്ചു, എന്നിട്ട് കിട്ടുമെന്ന് എല്ലാ ദിവസവും വിചാരിച്ചു, പക്ഷെ ഒന്നും ചെയ്തില്ലെങ്കിൽ എക്സാം കഴിയുമ്പോൾ പഠിച്ചെങ്കിൽ കിട്ടുമായിരുന്നു, കുറച്ച് എളുപ്പമായതിനെ കുറച്ചുകൂടെ, അങ്ങനെ ഒരിക്കലും നമുക്ക് തോന്നരുത്. മക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ ഇടമായിരിക്കണം മാതാപിതാക്കൾ. ഏതൊരവസ്ഥയിലും അവർക്ക് ആശ്വാസവും ധൈര്യവും നൽകാൻ നല്ല മാതാപിതാക്കൾക്ക് സാധിക്കും. ബാലഗണേഷിന്റെ നല്ല ഭാവിയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന പേരൻസാണ് ബാലഗണേഷിനുള്ളത്. ബാലഗണേഷിന്റെ ഏറ്റവും വലിയ റോൾ മോഡൽസ് എന്ന് പറയുന്നത് അവൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. മക്കൾക്ക് മാതൃകയായി അടുത്ത വീട്ടിലെയോ നാട്ടിലെയോ കുട്ടികളെ കാണിച്ചു കൊടുത്തുകൊണ്ടല്ല ആ മാതാപിതാക്കൾ ബാലഗണേഷിനെ എപ്പോഴും ഉപദേശിക്കാറുള്ളത്. മറ്റാരെയും കാട്ടിക്കൊടുക്കാതെ മാതാപിതാക്കൾ തന്നെ ബാലഗണേഷിന് മാതൃകയാവുകയാണ്. ബാലഗണേഷ് ഇങ്ങനെയാവണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ബാലഗണേഷ് എങ്ങനെയാവണമെന്ന് ബാലഗണേഷ് തന്നെ സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് കണ്ടുപഠിക്കുകയാണ് ചെയ്യുന്നത്. ആ തിരിച്ചറിവാണ് ബാലഗണേഷിനെ ജെഇ മെയിൻസിൽ ആദ്യ സെഷനിൽ ഇത്ര വലിയ വിജയത്തിലേക്ക് നയിച്ചത്. ജെഇ പ്രിപ്പറേഷൻ ടൈമിൽ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ടെൻഷൻ ഭയങ്കര കൂടുതലായിരുന്നു. ലൈക്ക് പ്രഷർ കുക്കർ പോലെയായിരുന്നു ഞാൻ. അപ്പോഴാണ് ഞാൻ ഒരു ദിവസം സാറിനോട് ഫോൺ ചോദിച്ചിട്ട് അമ്മേനെ വിളിച്ചു. അപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ വന്ന് നിൽക്കുമെന്ന് ഇവിടെ ചോദിച്ചു. അപ്പോൾ തന്നെ അമ്മ പറഞ്ഞു ഓക്കെ വരാം. അടുത്ത ആഴ്ച തന്നെ ഹൗസ് റെന്റ് ചെയ്തു, അപ്പോൾ തന്നെ ഷിഫ്റ്റ് ചെയ്തു, എല്ലാം ചെയ്തു. ഞാൻ അപ്പോൾ ഡിസൈഡ് ചെയ്താണ് എനിക്ക് വേണ്ടി ഇത്രയും എൻ്റെ പാരൻസ് വർക്ക് ചെയ്യുന്നു, ഞാൻ അവരിലും ഒരിക്കലും കുറവ് വർക്ക് ചെയ്യില്ലെന്ന്. അവരെത്ര വർക്ക് ചെയ്യുന്നോ ഞാൻ അതിൽ 10 ഇരട്ടി വർക്ക് ചെയ്യുന്നു ഞാൻ ഡിസൈഡ് ചെയ്യാണ്. ലൈക്ക് അമ്മ ഇപ്പോൾ എല്ലാ ദിവസവും ഇവിടെ പാലയിൽ നിന്ന് ആലുവ വരെയും എല്ലാ ദിവസവും ട്രാവൽ ചെയ്യും. ലൈക്ക് ഷീ ട്രാവൽസ് ലൈക്ക് 4 hours ഐ ഗെസ്. ഒരു സിംഗിൾ ഡേ 4 hour ട്രാവൽ ചെയ്യും അമ്മ. സോ ഞാൻ അപ്പോൾ ഡിസൈഡ് ചെയ്താണ് ഞാൻ ഒരിക്കലും എൻ്റെ അമ്മ വർക്ക് ചെയ്യലും കുറവ് വർക്ക് ചെയ്യില്ല. എപ്പോഴും എൻ്റെ അമ്മ 6 മണിക്ക് എണീക്കുകയാണെങ്കിൽ ഞാൻ 4 മണിക്ക് എണീറ്റ് പഠിക്കും. അമ്മ 10 മണിക്ക് കിടക്കുകയാണെങ്കിൽ ഞാൻ 11 മണിക്ക് കിടന്ന് 4 മണിക്ക് എണീറ്റ് പഠിക്കുന്നത് ഞാൻ അപ്പോൾ ഡിസൈഡ് ചെയ്താണ്. എന്നുവെച്ചാൽ ഞാൻ ഈ +1 +2 ഒക്കെ അടിപൊളിയായിട്ട് ഉഴപ്പിയതാ. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ ശരിക്കും റിഗ്രറ്റ് ആയിരുന്നു, ഞാൻ എന്തിനും ഇത്ര ഉഴപ്പിയേ, പക്ഷെ പഠിച്ചാൽ മതിയായിരുന്നു, അമ്മ അച്ഛനെ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തില്ലേ. അതുകൊണ്ട് ഞാൻ ഡിസൈഡ് ചെയ്താൽ എൻ്റെ പാരൻസ് എത്ര വർക്ക് ചെയ്യുന്നോ ഞാൻ അതിൽ 10 ഇരട്ടി വർക്ക് ചെയ്യും. എന്നുവെച്ചാൽ ഒരിക്കലും നമ്മുടെ പാരൻസ്, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞാൽ അമ്മ അച്ഛനെ എനിക്ക് വേണ്ടിയല്ലേ ജീവിക്കണമെന്ന്. ഞാൻ അപ്പോൾ ഡിസൈഡ് ചെയ്താൽ ഞാൻ ഈ വർഷം അവർക്ക് വേണ്ടി ജീവിക്കുന്നത്. നമ്മളൊരിക്കലും നമ്മുടെ പാരൻസ് നമ്മളെ ഹാപ്പി ആക്കാൻ എത്ര നോക്കുന്നോ നമ്മൾ അതിൽ 10 ഇരട്ടി അവരെ ഹാപ്പി ആക്കാൻ നോക്കണം. ശരിക്കും നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് പണിക്കൊന്നും പോകാൻ പറ്റില്ല, പക്ഷെ ഇപ്പോൾ പറ്റാവുന്ന പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് പറ്റാവുന്ന ആകെയുള്ള കാര്യം. ആൻഡ് അതിൽ ഇപ്പോൾ പഠിക്കാൻ നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബ്രില്യൻ്റിലാണേലും വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈവൻ ജെഇ, ഈവൻ നീറ്റ് ഓൾസോ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ പഠിക്കാനായിട്ട്.
അതുകൊണ്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് പറ്റാവുന്ന മാക്സിമം രീതിയിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ എനിക്കിപ്പോഴും തോന്നുന്നുണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ പാരൻസിലും കൂടുതൽ വർക്ക് ചെയ്തിട്ടില്ല ഈ വർഷം. വെച്ചാൽ ഞാൻ എൻ്റെ അമ്മ വർക്ക് ചെയ്യണ അത്രയും ഈ വർഷം ഒരിക്കലും വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ വർക്ക് ചെയ്ത് അത്രയും വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ശരിക്കും തോന്നുന്നില്ല. എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് വേണ്ടി ചെയ്ത അത്രയും കാര്യങ്ങൾ എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇതുവരെ ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ ഇത്രയും പഠിച്ചത് ശരിക്കും അവരെനിക്ക് വേണ്ടി ചെയ്തതിൻ്റെ ഒരു അടുത്ത് പോലും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. കഴിഞ്ഞ് ആള് +1 നല്ല ഉഴപ്പായിരുന്നു. ശരിക്കും പഠിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാര്യം ബോർഡ് എക്സാം ഇല്ലല്ലോ, അതാണ് അവനെ ഇപ്പൊ വേണ്ട എന്നുള്ള ഒരു രീതിയിലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് +2 ആയി. ഒരു ഒക്ടോബർ മാസം, നവംബർ ഏകദേശം ആയപ്പോഴത്തേക്കും മോഡൽ എക്സാം ആ ടൈം ആയപ്പോഴാണ് അവന് പഠിക്കണം എന്നുള്ള ഒരു തോന്നലിലേക്ക് വന്നു. അങ്ങനെ അവൻ പഠിത്തം കണ്ടിന്യൂസ്, എന്താ പറയാ, ഭക്ഷണം കഴിക്കാൻ അവന്റെ ഡെയിലി റൂട്ടീൻ, അതിന് മാത്രമേ അവൻ സമയം, ബാക്കി കംപ്ലീറ്റ് അവൻ പഠനത്തിലേക്കായി. പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല. അതുവരെ കുറെ അഡ്വൈസ് കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്തിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ആണോ എന്താന്നുള്ള ഒത്തിരി ഉപദേശങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു നമ്മൾ ആ ഉഴപ്പ് സമയത്തും ഒക്കെ. അത് കഴിഞ്ഞ് അവൻ പഠിച്ച് +2 ആ സമയത്ത് ആണ് ബ്രില്യൻറ്റില് അവന് ചേരണം, പഠിക്കണം, റിപ്പീറ്റിന് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം വന്നു. അങ്ങനെ അപ്പം പേടിയായിരുന്നു, ഇനി റിപ്പീറ്റ് വിടുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അവന്. അതില് പറഞ്ഞപ്പോൾ നമ്മൾ സമ്മതിച്ചു. എന്തായാലും അവന്റെ ഒരു ആഗ്രഹമാണല്ലോ, ഞാൻ ഒരു വർഷം ഒന്ന് പഠിച്ചു നോക്കട്ടെ എന്നാണ് അവൻ പറഞ്ഞത്. ഇത് ഉഴപ്പിയിട്ടല്ലേ, അപ്പൊ അടുത്ത വർഷം ഞാനൊന്ന് നന്നായി ഒന്ന് എഫേർട്ട് എടുത്ത് പഠിച്ചു നോക്കട്ടെ അമ്മ, ഞാൻ പോയിക്കോട്ടെ. ശരി, സമ്മതിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ ബ്രില്യൻറ്റിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞ ശേഷം ഹോസ്റ്റലിൽ വന്നു അവൻ. പിന്നെ നമ്മളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല, നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അവന് കെയർ കൊടുക്കുന്നുണ്ട്, ഇതിന്റെ ഇമ്പോർട്ടൻസ് പഠനത്തിന്റെ അതെല്ലാം ചെയ്യുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഹോസ്റ്റലിൽ വന്നതിന് ശേഷം വലിയ പ്രതീക്ഷയിലായിരുന്നു. ഇനിയിപ്പം ഫുഡിന്റെ കാര്യമൊക്കെ ഈ വീഡിയോസ് ഒക്കെ കണ്ട് എല്ലാം മനസ്സിലാക്കി ബ്രില്യൻറ്റിനെ കുറിച്ച്. ഇതിൽ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം, നമ്മൾ പേരൻസ് ഇല്ല ഹോസ്റ്റലിലാവുന്ന സമയത്ത്. ഇവിടെ ഫുൾ സപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്നത് ബ്രില്യൻറ്റിലെ മാനേജ്മെന്റ്, പ്രൊഫസേഴ്സ്, ക്ലാസ് ടീച്ചേഴ്സ്. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതില് ബിനിൽ സാറിനെ കുറിച്ച് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. കാര്യം അവൻ നമ്മളോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. സാറിന്റെ അടുത്ത് ഇന്ന് പറഞ്ഞ പോലെ അവൻ പോയി അവന്റെ വിഷമങ്ങൾ പറയും. സാറ് പറയുന്നത് കുഴപ്പമില്ല, ഫുൾ സപ്പോർട്ടാ. അവിടെ നിന്നാണ് അവനെ ഇത്രയും ഈ സക്സസിലേക്ക് അവനെ ഉയർത്തിക്കൊണ്ട് വന്നതെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതിനുശേഷം ഇവനിപ്പോ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, വന്നു കഴിഞ്ഞ് ഇവന് ഭയങ്കര +2ന്റെ പഠന രീതി അല്ലല്ലോ ഈ എൻട്രൻസിന്റെ കോമ്പറ്റേറ്റീവ് എക്സാം. അപ്പൊ നമ്മളോട് അന്നേരമാണ് എന്നോട് പറഞ്ഞത്, റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോ, അന്ന് ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. പ്രൊഫസേഴ്സിന്റെ അടുത്ത് പോയി സംശയങ്ങൾ ചോദിക്കും. എല്ലാ അധ്യാപകരും നല്ല സപ്പോർട്ടായിരുന്നു. ബിനിൽ സാറിന്റെ അടുത്ത് പോകുന്ന കാര്യങ്ങൾ പറയും. പക്ഷെ ഇത്രയും ഇവൻ വിഷമിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. ഞാൻ ക്ലാസ്സിലിരുന്ന് കരഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത്, ബാക്കിലിരുന്ന്. പക്ഷെ അതിൽ നിന്ന് അവന് പഠിച്ച ആ ട്രാക്കിലേക്ക് എത്തിച്ചത് അവിടുന്ന് ഉള്ള ഒരു ട്രെയിനിങ് ആണ്. മറ്റുള്ളവരുടെ വിജയം നോക്കി ഒരുപാട് പാനിക്കാവുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. അവരോട് ബാലഗണേഷിന് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലും വഴിത്തിരിവാകും. ആദ്യമൊക്കെ ഞാൻ ബാക്കിയുള്ളവരുടെ മാർക്സ് വെച്ച് എൻ്റെ മാർക്സ് നന്നായി കമ്പയർ ചെയ്യായിരുന്നു. പിന്നെ സമയം പോയതോടെ ഞാൻ എൻ്റെ മാർക്ക് വെച്ച് തന്നെ എൻ്റെ മാർക്കിനോട് കമ്പയർ ചെയ്യാൻ തുടങ്ങി. എൻ്റെ പ്രീവിയസ് എക്സാംസിലെ മാർക്സിലും കൂടുതൽ മാർക്സ് ഞാൻ വാങ്ങണമെന്നായി. ബേസിക്കലി നമ്മളോട് തന്നെ കോമ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കണം, അല്ലാതെ ബാക്കിയുള്ളവരോട് കോമ്പീറ്റ് ചെയ്യാനല്ല നോക്കണ്ടേ. ലൈക്ക് ഇപ്പൊ ബാക്കിയുള്ളവർ എത്ര വേണേലും വാങ്ങിക്കോട്ടെ, പക്ഷെ നമ്മുടെ പ്രീവിയസ് എക്സാംസിലും കൂടുതൽ മാർക്ക് വാങ്ങാൻ നോക്കുക, അതിനുവേണ്ടി കൂടുതൽ എഫേർട്ട് ഇടാൻ നോക്കുക. ബ്രില്യൻറ്റിനെ വിശ്വസിച്ച് ബ്രില്യൻറ്റിലേക്ക് കടന്നു വന്ന ഒരു കുടുംബമാണ് ബാലഗണേഷിന്റെ. ബ്രില്യൻറ്റിലേക്ക് എത്തിയതിനു ശേഷം സ്വന്തം കരിയറിൽ സ്വയം മാറ്റമുണ്ടാവണമെന്നുള്ള തിരിച്ചറിവ് ബാലഗണേഷിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയെയും പൂർണ്ണമായും മാറ്റിയെടുത്തു. ഈ റിപ്പീറ്റ് ചെയ്യണ ജെഇ പ്രിപ്പറേഷൻ തന്നെ ആദ്യമായിട്ട് ഇറങ്ങി തിരിച്ചു കാരണം എങ്ങനെയാ പഠിക്കണ്ടേ, എന്താ പഠിക്കണ്ടേന്നൊന്നും അറിയില്ലായിരുന്നു.
അതുകൊണ്ട് ഇവിടുത്തെ ഫസ്റ്റ് വീക്സ് ചുമ്മാ കണ്ണി കണ്ട ഓരോന്നൊക്കെ പഠിക്കലായിരുന്നു പണി. പിന്നെ ഓരോ വീക്ക് പോകുന്നതോറുമാണ് ഇങ്ങനെ പഠിച്ചാൽ മതി, ഇങ്ങനെ പഠിച്ചാൽ നല്ലതാണ്, ഓരോ പ്ലാൻസും സ്ട്രാറ്റജീസും ഒക്കെ മനസ്സിലായത്. പിന്നെ ടീച്ചേഴ്സിനോടൊക്കെ സജഷൻ ചോദിക്കുമായിരുന്നു, സാർ ഞാൻ എന്താ ചെയ്യണ്ടേ, എനിക്കിപ്പോൾ ഫിസിക്സ് ഭയങ്കര പാടാണ്, ഞാൻ എങ്ങനെയാ പഠിക്കണ്ടേ. അപ്പോൾ ഓരോ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുമായിരുന്നു, അവർ കുറേ അഡ്വൈസ് തന്നു. ഡെയിലി ഒരു 15-16 hours ഒക്കെ പഠിക്കാൻ ട്രൈ ചെയ്യായിരുന്നു. എല്ലാ ദിവസവും പറ്റിയിട്ടില്ല, ബട്ട് മാക്സിമം ട്രൈ ചെയ്യണം. ഇപ്പോൾ ചില ദിവസം നമ്മൾ ഉറങ്ങിപ്പോവും, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഉറങ്ങിയെന്ന് വിചാരിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കാതെ എണീറ്റിട്ട് ഇനിയുള്ള സമയം പഠിക്കുന്ന വിചാരിച്ച് നമ്മൾ പഠിക്കുക. ഗ്രോത്ത് ശരിക്കും ഭയങ്കര ഗ്രാജുവൽ ആണ് ഇവിടെ. എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഞാനിപ്പോൾ ഈ ആഴ്ച ഫുള്ള് പഠിക്കും, അടുത്ത ആഴ്ച ഫുള്ള് A+ ആയിരിക്കും. അങ്ങനെയല്ല, ശരിക്കും ഭയങ്കര ഗ്രാജുവൽ ഗ്രോത്ത് ആണ്. ചിലപ്പോൾ താഴത്തേക്കും ഇടയ്ക്ക് പോകും നമ്മൾ, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വറി ചെയ്യരുത്. അതാണ് നമ്മൾ കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും, അത് നമ്മൾ മനസ്സിലാക്കുക. എഫേർട്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും ആവാൻ പറ്റില്ല. ശരിക്കും നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക, നമുക്ക് എഫേർട്ട് ഇടാൻ ഉള്ള മനസ്സ് തരണേന്ന് പ്രാർത്ഥിക്കുക, എഫേർട്ട് ഇടാനുള്ള ഹെൽത്ത് തരണേന്ന് പ്രാർത്ഥിക്കുക, എഫേർട്ട് ഇടണേന് റിസൾട്ട് കിട്ടണേന്നും പ്രാർത്ഥിക്കുക. നമ്മളെ ബ്രില്യൻസിന്റെ ഫുൾ സപ്പോർട്ടാണ്. എന്ന് പറഞ്ഞാൽ ആ സാധാരണ കോച്ചിങ് സെന്റർ പോലെ അല്ല അത്. അവിടെ സാധാരണ കോച്ചിങ് സെന്റർ പോലെ വെച്ചാൽ അവിടെ പഠിപ്പ് മാത്രമേ, ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുവര്. കുട്ടികൾക്ക് എന്ത് വന്നാലും അവരൊരു മോറൽ സപ്പോർട്ടും മെന്റൽ സപ്പോർട്ടും ആണ്. അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റൈറ്റ് സ്ഥലത്ത് തന്നെ ഞങ്ങൾ എത്തിപ്പെടാൻ പറ്റിയത്, അല്ലെങ്കിൽ ഇതിൽ അച്ചീവ്മെന്റ് ഉണ്ടാവാൻ സാധ്യത കുറവായിരുന്നു. എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയത് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പ്യൂർലി ബ്ലെൻഡിലാണ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ വേറെ ഏതെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയെങ്കിൽ ഒന്നെങ്കിൽ പകുതിയാകുമ്പോൾ നിർത്തിപ്പോവും, അല്ലെങ്കിൽ അവിടെ കിടന്ന് ഉഴപ്പും, ചുമ്മാ ഇങ്ങനെ തന്നെ പോവും. പക്ഷെ ഇവിടെ വന്നുകൊണ്ടാണ് എനിക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റിയതും. ഇവിടെ ടീച്ചേഴ്സൊക്കെ വളരെ അഡ്വൈസ് തന്നു, സ്ട്രാറ്റജീസ് പറഞ്ഞു എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്. ഇവിടുത്തെ ടെസ്റ്റ് സിസ്റ്റം ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്, എന്നിട്ട് വീക്ക്ലി എക്സാം കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് വീഡിയോ അനാലിസിസ് കിട്ടും എക്സാമിൻ്റെ. അതുകൊണ്ട് വെറുതെ ആവില്ല എക്സാം എഴുതുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വെറുതെ എക്സാം എഴുതും, ഓക്കെ അത് പോയി, കുറേ അറിയാത്ത ക്വസ്റ്റ്യൻ ഉണ്ട് അതവിടെ കിടക്കും. പക്ഷെ ഇതിപ്പോൾ ഡെയിലി എക്സാം കഴിഞ്ഞ് വീട്ടിൽ എത്തുമ്പോൾ തന്നെ ബ്രില്യന്റിന്റെ ആപ്പ് നോക്കുമ്പോൾ അപ്പോൾ തന്നെ വീഡിയോ അനാലിസിസ് അവിടെ ഉണ്ടാവും. അപ്പോൾ അത് കാണും, അപ്പോൾ മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കും. ഓരോ വീക്ക് കഴിയുമ്പോൾ ഓരോ മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മളെ തന്നെ നമ്മൾ സ്വയം റെക്ടിഫൈ ചെയ്യുക. അതായിരുന്നു ശരിക്കും ഒരു 7 months ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇവൻ പഠിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, സാറിന്റെ അടുത്ത് എന്നും കൊണ്ട് പഠിച്ച ഭാഗങ്ങള് അതൊന്നും നമ്മൾ പറഞ്ഞിട്ടോ ഒന്നുമല്ല, അവന്റെ സ്വയമാണ്. അവന് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് അവൻ സാറിന്റെ അടുത്ത് പോർഷൻസ് എത്ര പഠിച്ചു എന്നുള്ളത് എഴുതി സാറിന്റെ അടുത്ത് എന്നും ടേബിളിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ഒരു സപ്പോർട്ടാണല്ലോ കുട്ടിക്ക് അത്രയും ചെയ്യാനായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ബ്രില്യന്റിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല. അത്രയും സപ്പോർട്ടായിരുന്നു. മെയിൻ സെഷൻ എഴുതുന്നതിന് മുമ്പ് ഞാൻ ശരിക്കും ലാസ്റ്റ് വന്നപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയി. ഇവിടെ ബ്രില്യന്റിന്റെ എക്സാംസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇവിടെ ശരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം തന്നെയായിരുന്നു. ഒരു 1 month ഫുൾ മോഡൽസ് ഒക്കെ ആയിരുന്നു, യൂണിറ്റ് വൈസ് മോഡൽസും ഫുൾ മോഡൽസ് ഒക്കെ ആയത് കാരണം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയത് തന്നെ വളരെ അടിപൊളിയായിരുന്നു. അത് കാരണം അവിടെ മെയിൻസ് എക്സാം എഴുതാൻ പോയപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നില്ല. ഞാനിത് ചെയ്ത കാര്യമാണ്, ഒരു 10-20 എക്സാം എഴുതി വേറൊരു എക്സാം എഴുതാൻ പോണ പോലെയായിരുന്നു എനിക്ക് അവസാനം. ഇവിടെ വന്നപ്പോൾ ഉള്ള ആദ്യത്തെ ഒരു പേടി ശരിക്കും ലാസ്റ്റ് മന്ത് ആയപ്പോൾ പോയായിരുന്നു. പഠിക്കാന്ന് പറഞ്ഞാൽ നമ്മള് കുറെ ആവശ്യമില്ലാത്ത കാര്യം പഠിച്ചാലും അത് വേസ്റ്റ് ആണ്. സോ പഠിക്കണ മെറ്റീരിയൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ബ്രില്യന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത മെറ്റീരിയൽസ് ഒക്കെ അടിപൊളി മെറ്റീരിയൽസ് ആണ്. ഒരിക്കലും വേറെ മെറ്റീരിയൽസിന് വേണ്ടി പുറകെ പോകേണ്ടി വന്നിട്ടില്ല. ഇവിടെ നിന്ന് തന്ന മെറ്റീരിയൽസ് മാത്രം റെഫർ ചെയ്ത് പഠിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. വേറെ ബുക്കിന്റെ പുറകെ തേടി ഒരിക്കലും ഞാൻ പോകേണ്ടി വന്നിട്ടില്ല. അവൻ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമുക്കറിയാം അവിടുന്ന് എത്രമാത്രം സപ്പോർട്ട് കിട്ടും എന്നുള്ളത്. ഇത്രയും സ്റ്റുഡൻസ് ഇത്രയും പേരുള്ളതാണല്ലോ, ഇത്രയും ഒരു വാസ്റ്റ് ആയിട്ടുള്ള മെജോറിറ്റി സ്റ്റുഡൻസ് ഉള്ളപ്പോഴും ഓരോ പേരൻസ് വരുമ്പോഴും ഒരു കൃത്യമായിട്ട് അത് പറയും, അവരെ കൃത്യമായി അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. അത് അതൊരു പ്രത്യേകതയുണ്ട്. പാലയില് ബ്രില്യൻസ് ഞാൻ കണ്ടിട്ടുള്ളത്. മക്കളെ, നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത്
ഏറ്റവും അധികം റിസൾട്ടുകൾ സത്യസന്ധമായി തുറന്നു പറയുന്ന ബ്രില്യൻറ്റിലാണ്. ബ്രില്യൻറ്റിലായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്തിനാണ് ബ്രില്യൻറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന തിരിച്ചറിവിൽ നിന്ന് അതിനനുസൃതമായി വർക്ക് ചെയ്യണം. നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ പരിശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള സ്കോർ എവിടെയും ആയിക്കൊള്ളട്ടെ, അതിനും അപ്പുറം സ്കോറും റാങ്കും ഒക്കെ കരസ്ഥമാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നതിൻ്റെ തെളിവാണ് ജെയ്മെയിനിൽ 97.87 സ്കോർ കരസ്ഥമാക്കി NITയിൽ അഡ്മിഷൻ ഉറപ്പുവരുത്തിയിരിക്കുന്ന ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ ഞങ്ങളുടെ സ്വന്തം ബാലഗണേഷ്. ബാലഗണേഷ് ആത്മാർത്ഥമായി വീണ്ടും തയ്യാറെടുക്കുകയാണ്. ഉറച്ച ആത്മവിശ്വാസത്തോടെ IIT എന്ന ലക്ഷ്യത്തിനായി ജെയ് അഡ്വാൻസ്ഡിൽ നല്ല സ്കോർ കരസ്ഥമാക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ. ഇനി ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻസ്ഡിലായിരിക്കും മെയിൻലി. ഇനി നെക്സ്റ്റ് സെഷൻ 2 വരുന്നുണ്ട്. ഞാൻ സെഷൻ 2 എൻ്റെ മെയിൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം കിട്ടിയ മാർക്കിൽ കൂടുതൽ മാർക്ക് കിട്ടില്ലെന്നാണ്. അലോങ് വിത്ത് ദാറ്റ് അഡ്വാൻസ് ഞാൻ ഫോക്കസ് ചെയ്യും. സോ ഇപ്പോൾ ഈ പ്രാവശ്യം സെഷൻ 1 ഇത്തിരി കുറഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടാവും. സോ ഡൗൺ ആയിരിക്കണ കുറേ പേരുണ്ടാവും. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ഡൗൺ ആയിരിക്കും നമ്മുടെ പാരൻസിനെ കുറിച്ച് വിചാരിക്കാം. മാക്സിമം നമ്മൾ എഫേർട്ട് ഇടുക. നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്കൊരു ഡ്രീമുണ്ട്. നമ്മൾ അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ദൈവം തരും. നമ്മൾ ദൈവത്തിൽ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും എണീക്കുമ്പോൾ പ്രാർത്ഥിക്കുക. ഇന്ന് വർക്ക് ചെയ്യാൻ പറ്റണേ, മാക്സിമം പഠിക്കാൻ പറ്റണേ. കിടക്കുമ്പോഴും പ്രാർത്ഥിക്കുക, ഇന്ന് പഠിക്കാൻ പറ്റി, താങ്ക് യു സോ മച്ച് ഗോഡ്. നെക്സ്റ്റ് ഡേ ഓൾസോ പഠിക്കാൻ പറ്റണേ, നെക്സ്റ്റ് ഡേ മോർണിംഗ് വേക്കപ്പ് ചെയ്യാൻ പറ്റണേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ. Brilliant Study Center, India's #1 coaching center for NEET and JEE.